ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ പൊന്മന ദേശത്ത് കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ കാട്ടിൽ മേക്കതിൽ ഭഗവതി ക്ഷേത്രത്തിലാണ്. ആലുവയിൽ നിന്നും ഏകദേശം 4 മണിക്കൂറോളം യാത്രയുണ്ട് ഈ അമ്പലത്തിലേക്ക്. പക്ഷെ ഞങ്ങൾ പോകുന്ന വഴി ആദ്യം അമ്പലപ്പുഴയിൽ കയറി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വെണ്ണ നിവേദ്യവുമൊക്കെ കഴിച്ച് നേരെ ചക്കുളത്തമ്മയുടെ ഉച്ചദീപാരാധനയും തൊഴുത് ഓച്ചിറ പരബ്രഹ്മമൂർത്തിയെയും ദർശിച്ച് അവിടെ നിന്നും അന്നദാനവും കഴിച്ച് നേരെ ഞങ്ങൾ കാട്ടിൽ മേക്കതിൽ ഭഗവതി ക്ഷേത്രത്തിലെത്തി. ഇവിടെ ഒരു 3 മണിയായപ്പോഴേക്കും നമ്മളെത്തി. പക്ഷേ ഇവിടെ വൈകിട്ട് 5 മണിക്കാണ് അമ്പലം നട തുറക്കുന്നത്. ഒരു 4-4:30 ആയപ്പോഴേക്കും വഴിപാട് കൗണ്ടറുകളൊക്കെ തുറന്നു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് അമ്പലത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന പേരാലിൽ മണി കെട്ടുക എന്നുള്ളത്. ഈ മണി കെട്ടുന്നത് കാരണമാണ് ഈ ക്ഷേത്രത്തിന് മണികെട്ടമ്പലം എന്നുകൂടി ഒരു പേരുണ്ട്. ഇതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. ഇവിടുത്തെ ഉത്സവത്തിന് കുടി കയറുന്ന സമയത്ത് കൊടിമരത്തിൽ ഉണ്ടായിരുന്ന ഒരു മണി അടർന്ന് താഴെ വീഴുകയും അവിടുത്തെ പൂജാരി അടർന്നു വീണ ആ മണിയെടുത്ത് അമ്പലത്തിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന പേരാലിൽ കെട്ടുകയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അവിശ്വസനീയമായ അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്തു എന്നാണ് പഴമക്കാർ പറയുന്നത്. ഇവിടുത്തെ വഴിപാട് കൗണ്ടറിൽ നിന്നും മണി വഴിപാടിന് ചീട്ടെടുത്താൽ 40 രൂപയാണ് ഒരു മണിക്ക് വഴിപാട് ചാർജ്. ഒരാൾക്ക് എത്ര മണി വേണമെങ്കിലും കെട്ടാം. ഈ മണി വഴിപാടിന് എഴുതി തന്ന ചീട്ട് ഒരു പാത്രത്തിൽ വച്ച് അത് ശ്രീകോവിലിനുള്ളിൽ കൊടുക്കണം. ഇത് ശ്രീകോവിലിൽ പൂജിച്ചതിന് ശേഷം പുറത്തുനിന്നുള്ള വഴിപാട് വിതരണ കൗണ്ടറിൽ നിന്നും നമ്മുടെ പേര് വിളിച്ച് ഈ മണി തിരികെ തരും. ഇതുമായി നമ്മൾ അമ്പലത്തിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന പേരാലിന് ചുറ്റും അമ്മയുടെ നാമം ഉരുവിട്ടുകൊണ്ട് 7 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്ത് 7ാമത്തെ പ്രാവശ്യം നമ്മുടെ ആഗ്രഹം സാധിച്ചു തരണമേ എന്ന് മനസ്സിൽ വിചാരിച്ച് ഈ പേരാലിൽ മണി ബന്ധിച്ചാൽ ന്യായമായ ഏതാഗ്രഹവും മഹാഭദ്രകാളി രൂപിയായ കാട്ടിൽ മേക്കതിലമ്മ സാധിച്ചു തരും എന്നാണ് വിശ്വാസികൾ പറയുന്നത്. ദാരിക നിഗ്രഹം കഴിഞ്ഞ് ഉഗ്രരൂപിണിയായ ദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കൂടാതെ ഗണപതി, മാടൻ തമ്പുരാൻ, യക്ഷിയമ്മ, നാഗദൈവങ്ങൾ എന്നീ ഉപദേവതകളും ഇവിടെയുണ്ട്. ഇവിടുത്തെ ദർശന സമയം രാവിലെ 5:30 മുതൽ 12 മണി വരെയും വൈകിട്ട് 5 മണി മുതൽ 8 മണി വരെയുമാണ്.